ഹലോ ഗൈസ്, പത്തരമാറ്റിൻ്റെ വരാനിരിക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട കേട്ടോ. വീഡിയോ മുഴുവനായി കാണാൻ കൂടി ശ്രമിക്കണം. അങ്ങനെ നമ്മളെ വേണു രേവതി എന്ത് ചെയ്യുന്നുണ്ട്, താലിമാല നഷ്ടപ്പെട്ട വിവരം അറിഞ്ഞ് അനന്തപുരിയിലേക്ക് വരുന്നുണ്ട്. കയറി വരുമ്പോൾ തന്നെ ജാനകിയാണ് കേട്ടോ കാണുന്നത്. അപ്പം തന്നെ രേവതി പറയുന്നുണ്ട്, അല്ല എൻ്റെ മോളെ താലിമാല നഷ്ടപ്പെട്ടിട്ട് ആ അനിയൊന്ന് വാങ്ങിക്കൊടുക്കാൻ തയ്യാറായോ? ഓ, ആ അനി സ്വർണവും പണവും ഒക്കെ ആ നന്ദുവിനായിരിക്കും കൊണ്ടു കൊടുക്കുന്നത്. ഇതൊക്കെ കേട്ടുകൊണ്ട് ജാനകി ഒന്നും മിണ്ടാതെ നിൽക്കാണ് കേട്ടോ. ഉടൻ തന്നെ വേണു പറയുന്നുണ്ട്, കളഞ്ഞുപോയ മോളെ താലിമാല അന്വേഷിച്ച് നടക്കാനൊന്നും ഞങ്ങൾക്ക് സമയമില്ല. 10 പവൻ്റെ താലിമാലയെ കാണാതെ പോയിരിക്കുന്നത്, പക്ഷെ അതിലും വലിയ മാല വാങ്ങിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് എന്നും പറഞ്ഞുകൊണ്ട് രേവതിയോടായിട്ട് പറയുന്നുണ്ട്. രേവതി, നീ ആ ബോക്സ് ഒന്ന് തുറന്ന് കാണിച്ചേ, അനന്തപുരിക്കാരൊക്കെ ഒന്ന് കാണട്ടെ. ഇത് കണ്ടപ്പോൾ ജാനകി ഒന്ന് ഞെട്ടുന്നുണ്ട് കേട്ടോ. എന്നിട്ട് വേണു പറയുന്നുണ്ട്, അനി കെട്ടിയ നൂല് പോലത്തെ താലിമാലയൊന്നുമല്ല ഞാൻ എൻ്റെ മകൾക്ക് വാങ്ങിക്കൊണ്ടുവന്നിരിക്കുന്നത്. 25 പവൻ്റെ മാലയാണിത്. അനന്തപുരിക്കാർക്ക് എന്തായാലും 25 പവൻ്റെ മാലയൊന്നും എൻ്റെ മകൾക്ക് വാങ്ങിക്കൊടുക്കാൻ പറ്റിയിട്ടില്ലല്ലോ. എന്നിട്ട് നേരെ വേണു അനാമികയുടെ അടുത്തേക്ക് ചെന്നിട്ട് അനാമികയോട് ചോദിക്കുന്നുണ്ട്, മോളെ എങ്ങനെയുണ്ട് ഈ മാല, മോൾക്ക് ഇഷ്ടമായോ? ഇത് കണ്ടുടൻ തന്നെ അനാമിക ഷോക്കാകുന്നുണ്ട്. അല്ല, അച്ഛൻ എവിടുന്ന ഇത്രയും വലിയ മാല വാങ്ങാനുള്ള പണമൊക്കെ കിട്ടിയെന്ന് അനാമിക മനസ്സിൽ വിചാരിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അച്ഛനോട് പറയുന്നുണ്ട്, എനിക്ക് ഒരുപാട് ഇഷ്ടമായി അച്ഛ ഈ മാല എന്ന്. എന്നിട്ട് അനാമിക ആ മാല എടുത്തു നോക്കുന്നുണ്ട്, സന്തോഷത്തോടെ കഴുത്തിലൊക്കെ വെച്ച് നോക്കുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, അച്ഛ ഇത് എവിടുന്നാണ് വാങ്ങിയത്? ഇത് മോളെ മൂർത്തീസ് ജ്വല്ലറിനേക്കാൾ വലിയ ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിയതാ. എന്നിട്ട് വേണു പറയുന്നുണ്ട്, മോളെ ഇനി എത്ര സ്വർണം വേണ്ടിക്കലും ഇവിടെയുള്ളവരോട് മോള് പറയണ്ട, എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ എത്ര പവൻ വേണ്ടിക്കലും മോൾക്ക് വാങ്ങിത്തരും. അപ്പോൾ അനാമിക്ക് മനസ്സിലായി ഇത് മുക്ക് പണ്ടാണെന്ന കാര്യം. അപ്പോൾ അനാമിക പറയുന്നുണ്ട്, അച്ഛാ ഓവറാക്കേണ്ട, ഇവിടെയുള്ളവർക്ക് മനസ്സിലാവും ഇത് മുക്ക് പണ്ടാണെന്നുള്ള കാര്യം. ഇത് കണ്ട് ജാനകി എന്ത് ചെയ്യുന്നുണ്ട്, ദേവ്യാനിയോട് പറയുന്നുണ്ട്, കണ്ടില്ല ഏട്ടത്തി എൻ്റെ മരുമകളുടെ കുടുംബത്തിൻ്റെ ഒരു അന്തസ്സ്. 10 പവൻ പോയാലെന്താ, 25 പവൻ കിട്ടിയില്ലേ? ഈ സമയത്തേക്ക് ആദർശ് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അപ്പം തന്നെ ആദർശ് ആ മാല കണ്ട ഉടൻ തന്നെ അനാമികയുടെ കയ്യിൽ നിന്ന് വാങ്ങി നോക്കുന്നുണ്ട്. എന്നിട്ട് ഒരു പൊട്ടിച്ചിരി. ഉടൻ തന്നെ അനാമികയ്ക്ക് ടെൻഷനാകുന്നുണ്ട് കേട്ടോ. ഈശ്വര, ആദർശേട്ടന് മനസ്സിലായിട്ടുണ്ടാവുമോ ഇത് മുക്ക് പണ്ടാണെന്നുള്ള കാര്യം? എന്താ ആദർശേ, എന്തിനാ നീ ചിരിക്കുന്നതെന്ന് ജാനകി ചോദിക്കുമ്പോൾ, ഇളയമ്മ ഒന്ന് സൂക്ഷിച്ചു നോക്കിയേ, ഇത് സ്വർണ്ണമാലയൊന്നുമല്ല, കണ്ടാൽ തന്നെ അറിയില്ലേ ഇത് മുക്ക് പണ്ടാ. ഏതോ ഒരു ലോക്കൽ കടയിൽ നിന്നെടുത്ത 500 രൂപയോളം വരുന്ന ഒരു മാലയാണിത്. ഇതൊക്കെ കേട്ട് ദേവ്യാനിയും ജാനകിയും നായനയും നവ്യവും കേട്ടോ. തുടർന്നുള്ള എപ്പിസോഡുകൾക്കായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക.